ഹായ് ഫ്രണ്ട്സ്, ഫൈഫോടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നതിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ശർക്കര നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ലയിപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം പാർന്ന് നമുക്കതൊന്ന് ആ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ശർക്കര നന്നായി തിളയ്ക്കുന്നത് ആ ഒരു രൂപത്തിലായാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണമായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചതിന് ശേഷം കുറച്ച് അതിലേക്ക് നെയ്യ് ആക്കാം. നമുക്ക് ആ നെയ്യ് ഉരുകി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു 1/4 മുറി തേങ്ങ മതിയാവും. അപ്പോൾ അതൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് റവയാണ്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് അയക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര ലായനി നമുക്കിതിലേക്ക് ഒന്ന് അരിച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് 1 ഗ്ലാസ് മൈദ തന്നെ എടുക്കാം. മൈദ എടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, അതായത് 1/2 ടീസ്പൂൺ ചെറുജീരകം ഇടാം. അതുപോലെ 1/2 ടീസ്പൂൺ എള്ളും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു നുള്ളു ഉപ്പും കുറച്ച് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു അവസ്ഥയിലായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മിക്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ടതില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതിടണം. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടുകൂടി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടി, അതായത് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുഴിയിലേക്ക് നിറയ്ക്കാം. അപ്പം ഫുള്ളായിട്ട് നിറയ്ക്കരുത്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ ഒരളവിൽ നിറച്ചെടുക്കാം. മുഴുവനായിട്ട് നിറയ്ക്കാം. നമുക്കതൊരു പപ്പടക്കോൽ ഉപയോഗിച്ച്
തിരിച്ചും മറിച്ചുമിട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ പപ്പടക്കോൽ തന്നെ വേണമെന്നില്ല, സ്പൂണായാലും മതി. അപ്പോൾ ഉണ്ണിയപ്പം കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അത് ഒരു പപ്പടക്കോൽ ഉപയോഗിച്ച് നമുക്കതൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളോട് ഉണ്ണിയപ്പം സെക്കൻഡ് റൗണ്ട് ബാറ്റർ ഒഴിച്ച് അടുത്ത റൗണ്ടും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഉണ്ണിയപ്പമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ പ്രൊസീജിയർ കഴിയുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് കിട്ടാൻ 5 എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.